അനുഭവം സുധീന ബിനു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആ കാവ് അങ്ങനെ ഒരു വലിയ നിഗൂഢതയായി ഇപ്പോഴും തലയുയർത്തി നിൽപ്പുണ്ട്. പകൽ സമയങ്ങളിൽ പോലും സൂര്യപ്രകാശം കടന്നു ചെല്ലാൻ മടിക്കുന്നത്രയും തിങ്ങി നിറഞ്ഞ വൻമരങ്ങളും വള്ളിച്ചെടികളും നിറഞ്ഞ ഒരിടം. ആ കാവിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ സംരക്ഷണവും കാവലും ഏറ്റെടുത്തിരിക്കുന്ന സാക്ഷാൽ കരിയാത്തൻ സ്വാമിയുടെ കുടിയിരിപ്പ്. വെറുമൊരു വിശ്വാസം എന്നതിലുപരി ആ അദൃശ്യ സാന്നിധ്യം ഈ നാട്ടുകാർക്ക് അത്രത്തോളം അനുഭവവേദ്യമാണ്. ഇരുൾ വീഴുമ്പോൾ ആ കാവിനു ചുറ്റും തളം കിട്ടുന്ന നിശബ്ദതയ്ക്ക് വല്ലാത്തൊരു ഗാംഭീര്യമുണ്ട്. വർഷത്തിലൊരിക്കൽ മീനമാസത്തിലെ കടുത്ത വേനലിലാണ് ഈ കാവിലേക്ക് ജീവൻ തുടിച്ചു നിൽക്കുന്ന ആ ദിവസങ്ങൾ വന്നെത്തുന്നത്. മീനം 15-നാണ് ഗ്രാമമാകെ കാത്തിരിക്കുന്ന ആ വലിയ തെയ്യന്തറ മഹോത്സവം. വെറുമൊരു ഉത്സവം എന്നതിലുപരി മനുഷ്യരും ദൈവങ്ങളും തമ്മിൽ നേരിട്ട് സംവദിക്കുന്ന 2 ദിവസങ്ങളാണ് അത്. ഈ വലിയ ആഘോഷത്തിൻ്റെ തുടക്കം കാവുണർത്തൽ എന്ന അതിപ്രധാനമായ ചടങ്ങിലൂടെയാണ്. ഒരു വർഷം മുഴുവൻ നിശബ്ദമായി ഉറങ്ങിക്കിടക്കുന്ന ആ കാവിനെയും അവിടുത്തെ ചൈതന്യങ്ങളെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിളിച്ചുണർത്തുന്ന ഒരു രാവാണ് കാവുണർത്തൽ. രാത്രിയുടെ കനത്ത ഇരുട്ടിൽ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് കാവിനുള്ളിൽ നിന്ന് ചെണ്ടയുടെയും ഇലത്താളത്തിൻ്റെയും ശബ്ദം മുഴങ്ങിക്കേൾക്കുമ്പോൾ ഗ്രാമമാകെ ഭക്തിയുടെയും പറഞ്ഞറിയിക്കാനാവാത്ത ഒരുതരം ഭയത്തിൻ്റെയും ഇടയിലുള്ള വല്ലാത്തൊരു അവസ്ഥയിലാകും. ഉറങ്ങിക്കിടക്കുന്ന കരിയാത്ത സ്വാമിയും കാവിലെ മറ്റ് അദൃശ്യ ശക്തികളും ആ മേളച്ചൂടുകൾക്കൊപ്പം ഉണരുന്ന ആ രാത്രിയോടെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഉത്സവത്തിൻ്റെ ആരവങ്ങൾ ആരംഭിക്കുന്നത്. ഇരുൾ വീണ കാവിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവങ്ങൾ മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്ന ഭയാനകമായ എന്നാൽ മനോഹരമായ ദിനങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു അത്. ഈ ഉത്സവത്തിൻ്റെ യഥാർത്ഥ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കാവിൽ കൊടിയേറ്റ് നടക്കും. എന്നാൽ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ കാവിലെ കൊടിയേറ്റം നടക്കുന്നത് അമ്പലമുറ്റത്തല്ല. എൻ്റെ വീടിനരികിലൂടെ ഒഴുകുന്ന ആ പുഴയ്ക്ക് മുകളിലായുള്ള ആൾപ്പാർപ്പില്ലാത്ത വിജനമായ ഒരു പറമ്പിലാണ് ഭഗവാന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ആ കൊടി ഉയരുന്നത്. പകൽ സമയത്ത് പോലും വലിയൊരു നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന ആളനക്കമില്ലാത്ത ആ പറമ്പിന് പണ്ട് മുതലേ വല്ലാത്തൊരു നിഗൂഢതയുണ്ട്. കാറ്റിൽ പാറിക്കളിക്കുന്ന കൊടിക്കൂറ ഗ്രാമവാസികൾക്ക് വരാനിരിക്കുന്ന വലിയൊരു ആഘോഷത്തിൻ്റെ ആദ്യ സൂചനയാണ് നൽകുന്നത്. ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ താലപ്പൊലി ആരംഭിക്കുന്നതും പുഴവക്കത്തിലെ ഇതേ പറമ്പിൽ നിന്ന് തന്നെയാണ്. രാത്രിയുടെ കനത്ത ഇരുട്ടിൽ പുഴയോരത്തെ ആ വിജനമായ പറമ്പിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വരിവരിയായി താലപ്പൊലി എന്തി വരുന്ന ഘോഷയാത്ര അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. നിലാവെളിച്ചത്തിൽ അണിഞ്ഞൊരുങ്ങി കയ്യിൽ തിളങ്ങുന്ന താലവുമായി സ്ത്രീകൾ പുഴയുടെ തീരത്തുകൂടി കാവിലേക്ക് വരുമ്പോൾ വാദ്യമേളങ്ങൾ ആ അന്തരീക്ഷത്തെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കും. ആ താലപ്പൊലിയുടെ വെളിച്ചം കാവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗ്രാമമാകെ ഭക്തിയുടെ പാരമ്യത്തിലെത്തും. ഉത്സവരാത്രിയിൽ കാവിലെത്തുന്ന ഒരാൾ പോലും വിശപ്പോടെ മടങ്ങാൻ പാടില്ലെന്ന് ഇവിടുത്തെ വലിയൊരു ചിട്ടയാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉത്സവത്തിലെത്തുന്ന എല്ലാവർക്കും വയറു നിറയെ ഭക്ഷണവും അവിടെ ഒരുക്കിയിട്ടുണ്ടാകും. ഒരു ദേശത്തെ മുഴുവൻ ജനങ്ങളും ഒത്തുചേരുന്ന സ്നേഹത്തിൻ്റെ ഒരു വേദിയായി ഈ അന്നദാനപ്പുരകൾ മാറും. എന്നാൽ അന്നദാനത്തിൻ്റെ തിരക്കുകൾക്കപ്പുറം താലപ്പൊടിയുടെ വർണ്ണങ്ങൾക്കും അപ്പുറം രാത്രിയുടെ യാമങ്ങൾ പതിയെ കടന്നു പോകുന്തോറും കാവിനുള്ളിലെ അന്തരീക്ഷം പതിയെ മാറാൻ തുടങ്ങും. സാധാരണ മനുഷ്യരുടെ ലോകത്തു നിന്നും മാറി അദൃശ്യ ശക്തികളും ദൈവീ ചൈതന്യവും നിറഞ്ഞ മറ്റൊരു തലത്തിലേക്ക് കാവ് പ്രവേശിക്കുകയാണ്. മനുഷ്യ ശരീരങ്ങളിലേക്ക് ദൈവങ്ങൾ ആവാഹിക്കപ്പെടുന്ന കോമരങ്ങളുടെ ഉറഞ്ഞു തുള്ളലിനായുള്ള ആ നിഗൂഢ സമയത്തിലേക്ക് കാവ് പതിയെ വഴിമാറുകയായിരുന്നു. രാത്രിക്ക് കട്ടി കൂടുന്തോറും കാവിലെ അന്തരീക്ഷം ആകെ മാറും. വെറുമൊരു ഉത്സവ പറമ്പിൽ നിന്ന് സാക്ഷാൽ ദൈവങ്ങളുടെ വിഹാര കേന്ദ്രമായി അവിടെ മാറുന്ന കാഴ്ചയാണിത്. ചെണ്ടമേളങ്ങളുടെ താളം മുറുകുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന കാവിലെ ചില സാധാരണക്കാരായ പുരുഷന്മാരിൽ അസാധാരണമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ദൈവികമായ ചൈതന്യം അവരുടെ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെടുന്ന ആ നിമിഷം മുതൽ അവരെ നാട്ടുകാർ അതിയായ ഭക്തിയോടെ കോമരമെന്ന് വിളിക്കും. അദൃശ്യശക്തിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാകുന്ന കോമരങ്ങൾ പിന്നെ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും. സാധാരണ മനുഷ്യരായ അവരുടെ ഓരോ ചലനങ്ങളിലും അമാനുഷികമായ ഒരു വന്യതയും ശക്തിയും പ്രകടമായിരിക്കും. കോമരങ്ങളുടെ ആ ഉറഞ്ഞുതുള്ളൽ കാണുമ്പോൾ ചുറ്റും നിൽക്കുന്നവരിലേക്ക് അറിയാതെ തന്നെ ഭക്തിയോടൊപ്പം ഒരു ഭയവും വന്നു നിറയും. തുടർന്ന് തെയ്യം കെട്ടിയാടാനുള്ള ഒരുക്കങ്ങളായി.
ദൈവത്തെ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു അസുലഭ നിമിഷങ്ങൾക്കായി ഗ്രാമമാകെ ശ്വാസം അടക്കിപ്പിടിച്ച് നിൽക്കുകയാണ്. തെയ്യത്തിന് മുന്നോടിയായി വലിയൊരു വെള്ളാട്ടം കാവിൽ അരങ്ങേറും. അലറുന്ന വാദ്യങ്ങൾക്കപ്പുറം തെയ്യത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള ആ വെള്ളാട്ടം കൂടി കഴിയുന്നതോടെ കാവിലെ ഭക്തിയും ആവേശവും അതിൻ്റെ കൊടുമുടിയിലെത്തും. ചിലമ്പൊലികളും മേളങ്ങളും ആ കാവിനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇവിടുത്തെ തെയ്യങ്ങളിൽ എൻ്റെ ഒരു അറിവ് വെച്ച് പ്രധാനമായും ആദ്യം വരുന്നത് ഗുളികൻ തെയ്യമാണ്. കർമ്മങ്ങളുടെ ഒരു ചിട്ടയ്ക്കനുസരിച്ചാകാം ഭയപ്പെടുത്തുന്ന രൂപവും വന്യതയുമുള്ള ഗുളികൻ ആദ്യം കാവിലേക്ക് എഴുന്നള്ളുന്നത്. ഗുളികന്റെ അത്യുഗ്രമായ വരവും ഉറഞ്ഞുതുള്ളലും കാണികളെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുകയും ഒപ്പം ഭയപ്പെടുത്തുകയും ചെയ്യും. വാദ്യമേളങ്ങളുടെ അസുരതാളത്തിൽ സാക്ഷാൽ ദൈവം തങ്ങളുടെ മുന്നിൽ നൃത്തം വയ്ക്കുന്നത് നോക്കി ഗ്രാമവാസികൾ തൊഴുകയോടെ നിൽക്കും. എന്നാൽ ഈ തെയ്യത്തിനും കോമരങ്ങളുടെ ഉറഞ്ഞുതുള്ളലിനും അപ്പുറം കാവിൻ്റെ അമ്പലമുറ്റത്ത് മറ്റൊരു അത്ഭുതം കൂടി അരങ്ങേറാൻ ബാക്കിയുണ്ടായിരുന്നു. തീയും മനുഷ്യനും തമ്മിലുള്ള ഭയപ്പെടുത്തുന്ന ഒരു പോരാട്ടം ആ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർക്കായി കാത്തുവെച്ചിട്ടുണ്ടായിരുന്നു. തെയ്യത്തിൻ്റെ വന്യമായ ആട്ടവും വെള്ളാട്ടവും കഴിയുമ്പോൾ കാവമ്പലത്തിൻ്റെ മുറ്റത്ത് അടുത്ത അതിശയിപ്പിക്കുന്ന ഒരുക്കങ്ങൾ തുടങ്ങുകയായി. ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായി വലിയ മരത്തടികളും ചിരട്ടകളും കൂട്ടിയിട്ട് കത്തിക്കും. ആളിക്കത്തുന്ന ആ തീ പതുക്കെ വലിയൊരു കനൽക്കൂനയായി മാറും. അടുത്ത് നിൽക്കാൻ പോലും സാധിക്കാത്തത്ര ചൂടാകും ആ സമയത്ത്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവിക ചൈതന്യം ആവാഹിച്ച കോമരങ്ങൾ ആ കനലിലേക്ക് ഇറങ്ങുകയായി. കനലാട്ടം എന്നാണ് ഈ ആചാരം അറിയപ്പെടുന്നത്. യാതൊരു ഭയവുമില്ലാതെ ആ ചുട്ടുപൊള്ളുന്ന കനലിലൂടെ കോമരങ്ങൾ ഓടുകയും നടക്കുകയും ചെയ്യും. സാധാരണ മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണത്. അതുമാത്രമല്ല, വെറും കൈകൊണ്ട് ആ തീക്കനലുകൾ വാരി അവർ മുകളിലേക്ക് എറിയുകയും ചെയ്യും. ആ തീപ്പൊരികൾ ഒരു മഴ പോലെ താഴേക്ക് വീഴുന്ന കാഴ്ച കാണുമ്പോൾ അദൃശ്യമായ ഏതോ ഒരു ശക്തി അവിടെ ഉള്ളതായി നമുക്ക് തോന്നിപ്പോകും. ആ തീക്കനലുകൾ കോമരങ്ങളുടെ ദേഹത്ത് പൂക്കൾ പോലെയാണ് വീഴുന്നത്. കനലാട്ടം കഴിഞ്ഞാൽ പിന്നെ കോമരങ്ങൾ കാവിൻ്റെ കനത്ത ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോകും. ഇരുട്ടിൽ എവിടേക്കോ പോയി വലിയ ഈങ്ങമൂളകൾ വെറും കൈയോടെ വലിച്ചുകൊണ്ടുവരുന്ന ഭയപ്പെടുത്തുന്ന ഒരു ആചാരം കൂടിയുണ്ട്. യാതൊരു വെളിച്ചവുമില്ലാതെ അത്രയും കൂർത്ത മുള്ളുകളുള്ള ആ വള്ളികൾ വെറും കൈയോടെ പറിച്ചു കൊണ്ടുവരുന്ന കോമരങ്ങളെ കാണുമ്പോൾ ഭക്തിയും അത്ഭുതവും ഒരേ സമയം വന്നു നിറയും. തീയിലെയും ഇരുട്ടിലെയും ഈ അത്ഭുതങ്ങൾക്ക് ശേഷം ഗ്രാമത്തെ കാത്തിരിക്കുന്നത് ആ പുഴക്കരയിൽ ഉറങ്ങിക്കിടക്കുന്ന ചില രഹസ്യങ്ങളാണ്. വർഷങ്ങളായി തലമുറകൾ കൈമാറി വന്ന ചില വിശ്വാസങ്ങളും ഭയങ്ങളും ആ പുഴയെ ചുറ്റിപ്പറ്റി ഇപ്പോഴും ഒഴുകുന്നുണ്ട്. ഉത്സവത്തിൻ്റെ കൊടിയേറിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ അലിഖിതമായ ചില നിയമങ്ങളും ചിട്ടകളുമുണ്ട്. പ്രത്യേകിച്ചും ആ പുഴയെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങൾ. കൊടിയേറിയ പിന്നെ ഉച്ച സമയത്തോ സന്ധ്യ മയങ്ങുമ്പോഴോ ആരും പുഴയിൽ കുളിക്കാൻ പോകാൻ പാടില്ലെന്ന് പ്രായമുള്ളവർ എപ്പോഴും പറയുമായിരുന്നു. പകൽ സമയത്തെ ശാന്തത മാറി സന്ധ്യയാകുമ്പോൾ ആ പുഴയ്ക്കും തീരത്തിനും വല്ലാത്തൊരു ഭയാനകത കൈവരും. ആ ഒരു സമയത്ത് പുഴയുടെ അരികിലേക്ക് പോകാൻ തന്നെ ഗ്രാമവാസികൾക്ക് വല്ലാത്തൊരു ഭയമാണ്. രാത്രിയിൽ ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ ആ പുഴയിൽ മനുഷ്യരൂപമുള്ള എന്തോ ഒന്ന് കുളിക്കാൻ വരുമെന്നാണ് പഴമക്കാർ പറയുന്നത്. വെറുമൊരു കഥ എന്നതിലുപരി ആ മാനുഷിക രൂപങ്ങളെ നേരിട്ട് കണ്ടിട്ടുള്ളവരും ആ നാട്ടിലുണ്ട് എന്നത് ആ ഭയത്തിൻ്റെ ആഴം കൂട്ടുന്നു. ഉത്സവ നാളുകളിൽ ദേവസാന്നിധ്യം ആ പുഴയിലും പരിസരത്തും നിറഞ്ഞു നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ നിഗൂഢമായ കാഴ്ചകൾ. അന്ന് കൊടിതൂക്കുന്ന ആൾപ്പാർപ്പില്ലാത്ത ആ പറമ്പ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വെറുമൊരു സാധാരണ കുളിക്കടവായിരുന്നു. ആളുകൾ എന്നും വന്ന് കുളിച്ച് മടങ്ങിയിരുന്ന ഒരു സാധാരണ തീരം. എന്നാൽ പിന്നീട് എപ്പോഴും നടന്ന ഒരു പ്രശ്നവിധിയാണ് ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ രഹസ്യം ചുരുളഴിക്കുന്നത്. ആ പഴയ കുളിക്കടവിന് വലിയൊരു ദൈവിക ചൈതന്യമുണ്ടെന്നും അവിടുന്ന് വേണം കാവിൽ അമ്പലത്തിലേക്കുള്ള താലപ്പൊലി ആരംഭിക്കേണ്ടതെന്നും പ്രശ്നത്തിൽ തെളിഞ്ഞു വന്നു. അന്നു മുതൽ അമ്പലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറി. കേവലമായൊരു കുളിക്കടവിൽ നിന്നും താലപ്പൊലി തുടങ്ങുന്ന പുണ്യഭൂമിയായി അവിടം മാറി. താലപ്പൊലി മാത്രമല്ല, ഭഗവതിയുടെ പവിത്രമായ ഉടവാൾ മുക്കുന്നതും പുഴയുടെ അതേ ഭാഗത്ത് വെച്ചാണ്. ഒരു കാലത്ത് മനുഷ്യർ സാധാരണ പോലെ കുളിച്ചിരുന്ന ആ പുഴയും തീരവും ഇന്ന് ദൈവങ്ങളുടെ വിഹാര കേന്ദ്രവും വിശ്വാസങ്ങളുടെ അദൃശ്യ രഹസ്യങ്ങളുടെയും ഉറവിടമായി മാറിയിരിക്കുന്നു. ഇന്നും ആ കാവും അമ്പലവും പുഴയും ഞങ്ങളുടെ നാടിൻ്റെ കാവലാളായി നിലകൊള്ളുന്നു. അനുഭവം അഞ്ജലി അഞ്ജു. നാടൊട്ടുക്കും പേരുകേട്ട ഉത്രാളിക്കാവ് പൂരം കാണാനായി വലിയൊരു ആവശ്യത്തോടെയും കാത്തിരിപ്പോടെയുമാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും അന്ന് പോയത്. പൂരപ്പറമ്പിലെ മേളവും ആൾക്കൂട്ടവുമെല്ലാം കണ്ട് ആവേശത്തോടെ ആഘോഷിച്ച് നിൽക്കുമ്പോഴാണ്
അപ്രതീക്ഷിതമായ ഒരു വില്ലനെ പോലെ മഴയെത്തിയത്. മഴ കനത്തതോടെ എല്ലാവരും ഒരുപോലെ കാത്തിരുന്ന ആ പ്രസിദ്ധമായ ഉത്രാളിക്കാവ് വെടിക്കെട്ട് ഉപേക്ഷിച്ചതായി അറിയിപ്പ് വന്നു. വെടിക്കെട്ട് കാണുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ അറിയിപ്പ് വലിയ നിരാശയാണ് ഞങ്ങൾക്ക് നൽകിയത്. ഇനി മഴയത്ത് അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് മനസ്സിലായതോടെ അന്ന് രാത്രി തന്നെയുള്ള ട്രെയിനിൽ നാട്ടിലേക്ക് മടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ പൂരപ്പറമ്പിലെ തിരക്കുകളിൽ നിന്നും മഴയിൽ നിന്നും മാറി ഞങ്ങൾ വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി രാത്രി വണ്ടിയിൽ കയറിപ്പറ്റി. രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ട്രെയിൻ മുന്നോട്ട് കുതിക്കുകയാണ്. പൂരപ്പറമ്പിലെ യാത്രാക്ഷീണം കൊണ്ടും തണുപ്പുള്ള കാറ്റേറ്റത് കൊണ്ടും കൂട്ടുകാർ അപ്പോഴേക്കും നല്ല ഉറക്കത്തിലേക്ക് വീണ്ടിരുന്നു. എനിക്ക് പക്ഷേ ഒട്ടും ഉറക്കം വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനിൻ്റെ വാതിലിനരികിലായി പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി കാറ്റുകൊണ്ട് നിൽക്കുകയായിരുന്നു. സമയം ഏകദേശം പുലർച്ചെ 2 മണിയോട് അടുത്തിട്ടുണ്ടാകും. ട്രെയിൻ ഇപ്പോൾ ആൾപ്പാർപ്പോ വീടുകളോ ഇല്ലാത്ത തികച്ചും വിജനമായ ഒരു പ്രദേശത്തു കൂടി വളരെ സാവധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ട് മാത്രം നിറഞ്ഞ ആ പുറം കാഴ്ചകളിലേക്ക് നോക്കി നിന്ന എൻ്റെ കണ്ണുകൾ പെട്ടെന്ന് ദൂരെ അസാധാരണമായ ഒരു കാഴ്ചയിൽ ഉടക്കി. യാതൊരു മനുഷ്യവാസവും ഇല്ലാത്ത, ചുറ്റും വീടുകളോ വെളിച്ചങ്ങളോ ഇല്ലാത്ത ഒരു വലിയ പറമ്പിന് നടുവിലായി ഒരു വിളക്ക് കത്തുന്ന പോലെയുള്ള ഒരു ചെറിയ വെളിച്ചം. ഒറ്റ നോട്ടത്തിൽ അതൊരു തീനാളമാണെന്ന് തോന്നി. ആരും പോകാൻ മടിക്കുന്ന ഇത്രയും വിജനമായ ആ പറമ്പിൽ ഈ പാതിരാത്രിയിൽ ഇങ്ങനൊരു വെളിച്ചം കണ്ടത് എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം നിറച്ചു. ട്രെയിനിൻ്റെ വേഗത കുറവായതിനാൽ കുറേ നേരത്തേക്ക് ആ വെളിച്ചം എൻ്റെ കണ്ണുകളിൽ തന്നെ ഉണ്ടായിരുന്നു. പുലർച്ചെ 2-3 മണി സമയത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ആ വിജനമായ സ്ഥലത്ത് അങ്ങനെ ഒരു വെളിച്ചം കണ്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കാളി. അതെന്താകാമെന്ന ചിന്ത എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. എൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ വെറുമൊരു വിളക്ക് മാത്രം കത്തുന്നത് കണ്ടപ്പോൾ അദൃശ്യനായ ആരോ അവിടെ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ കാഴ്ചയിൽ നിന്നും കണ്ണെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ട്രെയിൻ പതിയെ ആ സ്ഥലം പിന്നിട്ട് മുമ്പോട്ട് പോയിട്ടും ആ വെളിച്ചം എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. സുരക്ഷിതമായി വീട്ടിലെത്തിയിട്ടും എൻ്റെ ഉള്ളിലെ പേടി പൂർണ്ണമായും മാറിയിരുന്നില്ല. വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കുമ്പോൾ ആ വിജനമായ പറമ്പും അവിടെ കത്തി നിൽക്കുന്ന അജ്ഞാത വെളിച്ചവും വീണ്ടും വീണ്ടും എൻ്റെ ഓർമ്മകളിലേക്ക് വന്നു. ഓർക്കും തോറും എൻ്റെ ഭയം കൂടിക്കൂടി വരികയായിരുന്നു. അവിടെ വീടുകളോ മനുഷ്യരോ ഉണ്ടായിരുന്നില്ല എന്നത് ആ ഭയത്തിന് ആക്കം കൂട്ടി. അന്ന് രാത്രിയിൽ ആരുമില്ലാത്ത ആ സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് കണ്ടതെന്നോ ആ വെളിച്ചത്തിന് പിന്നിലെ രഹസ്യം എന്താണെന്നോ ഇന്നും എനിക്ക് അറിയില്ല. ഉത്തരം കിട്ടാത്ത ആ ചോദ്യം ഇപ്പോഴും വലിയൊരു പേടിയായി എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നു. അനുഭവം ആസാദ് എസ്. എൻ്റെ പഴയ ഓഫീസിലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായിരുന്നു ദിവ്യ. വിവാഹിതയായ ദിവ്യയ്ക്ക് 2 കുട്ടികളുണ്ട്. ഭർത്താവ് ഒരു പോസ്റ്റ് അസിസ്റ്റൻ്റാണ്. ഓഫീസിൽ പൊതുവെ ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു അവരുടേത്. എപ്പോഴും തൻ്റേതായ ഒരു ലോകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരാൾ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾ ഓഫീസ് സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഒരു കല്യാണത്തിന് പോയി മടങ്ങി വരികയായിരുന്നു. യാത്രാമധ്യയാണ് ഞങ്ങളുടെ പോകുന്ന വഴിക്ക് അടുത്താണ് ദിവ്യയുടെ വീടെന്ന് അറിയാൻ കഴിഞ്ഞത്. ദിവ്യയുടെ വീടല്ലേ, എന്നാൽ പോകുന്ന വഴിക്ക് ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു. സമയം വൈകുന്നേരം ഏകദേശം 5 മണിയായിട്ടുണ്ടാകും. ടൗണിൽ നിന്നും 10-12 കിലോമീറ്റർ ദൂരം മാറിയായിരുന്നു ആ വീട് സ്ഥിതി ചെയ്തിരുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കണ്ടത് വളരെ പഴയൊരു വീടാണ്. അതൊരു 4 കെട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു പഴയ വീടിൻ്റെയോ രൂപമായിരുന്നില്ല. അതിന് കൃത്യമായൊരു ഷേപ്പില്ലാത്ത രീതിയിൽ പലപ്പോഴായി കൂട്ടിച്ചേർത്ത് നിർമ്മിച്ച ഒരു വീട് പോലെയാണ് ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾക്ക് തോന്നിയത്. ആ വീടിൻ്റെ രൂപം തന്നെ ഞങ്ങൾ ചെറിയൊരു കൗതുകമുണ്ടാക്കിയിരുന്നു. ഞങ്ങൾ മുറ്റത്തേക്ക് കിടന്നപ്പോൾ തന്നെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാവ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാവിൻ്റെ പരിസരത്തൊക്കെ കുറേ മഞ്ഞൾപ്പൊടിയും മറ്റു പല നിറങ്ങളിലുമുള്ള എന്തൊക്കെയോ പൊടികളും വിതറിയിട്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. എന്തോ വലിയൊരു പൂജയോ കർമ്മങ്ങളോ അവിടെ നടന്നതിൻ്റെ ലക്ഷണങ്ങൾ ആ കാഴ്ചയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ദിവ്യ ശരിക്കും ഞെട്ടിപ്പോയി. എന്തോ കണ്ട് ഭയന്നതുപോലുള്ള ഒരു നോട്ടമായിരുന്നു അവളുടേത്. വീടിന് വലിയൊരു കോലായം ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ കയറിയിരുന്നു. അതിനിടയിൽ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന സതീഷും വിഷ്ണുവും മുറ്റത്തേക്ക് ഇറങ്ങി കാവിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കണ്ടതും ദിവ്യ പരിഭ്രാന്തിയോടെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങോട്ട് പോവല്ലേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ ശബ്ദത്തിൽ വല്ലാത്തൊരു ഭയവും വെപ്രാളവും ഉണ്ടായിരുന്നു. സതീഷും വിഷ്ണുവും കാവിൻ്റെ അടുത്തേക്ക് പോയ ആ സമയത്ത് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബിന്ദുവും റസീനയും വീടിനുള്ളിലേക്ക് കയറിയിരുന്നു. അത് കണ്ട ദിവ്യ പെട്ടെന്ന് ഓടി വീടിനുള്ളിൽ കയറി.
ആരും വീടിനകത്തേക്ക് കയറുന്നത് അവൾക്ക് തീരെ താല്പര്യമില്ലാത്തതുപോലെ. ചേച്ചിമാർ പുറത്തിരിക്കെ, ഞാൻ വേഗം ചായ കൊണ്ടുവരാം എന്ന് നിർബന്ധിച്ച് പറയാൻ തുടങ്ങി. എന്നാൽ അവർക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വേറെ വഴികളില്ലാതെ അകത്ത് ഒരു മുറി അവൾ കാണിച്ചു കൊടുത്തു. അകത്ത് കയറിയപ്പോഴാണ് ആ വീടിൻ്റെ യഥാർത്ഥ അവസ്ഥ അവർ കണ്ടത്. വീടിനുള്ളിൽ നിരവധി മുറികളുണ്ടായിരുന്നു. അതിൽ മിക്ക മുറികളും പുറത്തു നിന്നും വലിയ പൂട്ടുകളിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു എന്നതാണ് ഞങ്ങളെ അതിശയിപ്പിച്ചത്. വെറുതെ പൂട്ടിയതല്ല, പൂട്ടിന് പുറത്ത് എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തതുപോലെ നൂലുകെട്ടിയും മഞ്ഞൾ കുങ്കുമവും ചേർത്താണ് ഇട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ റൂമുകൾ സാധാരണയായി തുറക്കാറില്ലെന്നുമൊക്കെ പറഞ്ഞ് ദിവ്യ എങ്ങനെയൊക്കെയോ ഒഴിഞ്ഞു മാറുന്നതുപോലെ ഞങ്ങൾക്ക് തോന്നി. ആ മുറിക്കുള്ളിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചതുപോലെ വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. അതിനിടയിൽ മക്കളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ തൻ്റെ അമ്മയുടെ കൂടെയാണെന്ന് അവൾ ഒട്ടും താല്പര്യമില്ലാതെ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ അവിടെയുള്ള നിൽപ്പ് അവളെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു. ആ പഴയ വീടിൻ്റെ ചുവരുകളിൽ ആരുടെയൊക്കെയോ ഫോട്ടോകൾ തൂക്കിയിട്ടിരിക്കുന്നു. ചോദിച്ചപ്പോൾ അത് ദിവ്യയുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ ചിത്രങ്ങളാണെന്ന് അവൾ പറഞ്ഞു. എന്നാൽ ആ ഫോട്ടോകൾക്ക് വല്ലാത്തൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതിലുള്ള മിക്കവർക്കും വളരെ വിചിത്രമായൊരു ഭാവമായിരുന്നു. മാത്രമല്ല, എല്ലാ ഫോട്ടോകളിലുമുള്ളവർ ഒരേ ഭാഗത്തേക്ക് തുറിച്ചു നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ആ നോട്ടം തന്നെ ഞങ്ങളിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. പെട്ടെന്നാണ് ആ വീടിൻ്റെ ഒരു ഭാഗത്തെ മുറിയിൽ പ്രായമായൊരു സ്ത്രീ കട്ടിൽ കിടക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞങ്ങൾ ദിവ്യയോട് അവരെപ്പറ്റി ചോദിച്ചപ്പോൾ അത് ഭർത്താവിൻ്റെ മൂത്ത വല്യമ്മയാണെന്നും തളർന്ന് കിടപ്പാണെന്നും അവൾ പറഞ്ഞു. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയതും ഭയപ്പെടുത്തിയതുമായ കാര്യം അതല്ലായിരുന്നു. മരിച്ചവരുടെ കൂട്ടത്തിൽ ചുവരിലിരിക്കുന്ന ഒരു ഫോട്ടോയിലെ സ്ത്രീക്ക് ഈ കിടപ്പിലായ വല്യമ്മയുമായി അവിശ്വസനീയമായ സാമ്യമുണ്ടായിരുന്നു. മരിച്ചവരുടെ നിന്ന് കരുതുന്ന ആ ചിത്രങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ രൂപം എങ്ങനെ വന്നു എന്ന ചിന്ത എന്നെ വല്ലാതെ കുടുക്കി. ആ വീട്ടിലെ ഓരോ കാഴ്ചകളും കൂടുതൽ കൂടുതൽ ദുരൂഹത നിറഞ്ഞതായി മാറുകയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ വല്ലാത്തൊരു ഭയം തോന്നിയിരുന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. ദിവ്യയ്ക്ക് ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടുന്ന് പോയാൽ മതിയെന്ന ഭാവമായിരുന്നു മുഖത്ത്. അവൾ വല്ലാതെ അസ്വസ്ഥയാകുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സമയം 6:30 കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ട് വീട് തുടങ്ങിയതോടെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയതും എവിടെ നിന്നോ കുറേ പട്ടികൾ കൂട്ടത്തോടെ വന്ന് ആ വീട്ടിലേക്ക് നോക്കി ഉച്ചത്തിൽ ഓരിയിടാൻ തുടങ്ങി. സാധാരണ കുരയ്ക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി വല്ലാത്തൊരു ഭയപ്പെടുന്ന ശബ്ദത്തിലായിരുന്നു അവയുടെ കരച്ചിൽ. അതോടൊപ്പം പെട്ടെന്ന് തന്നെ മഴ പെയ്യാനുള്ള കാർമേഘങ്ങൾ വന്നുകൂടി അന്തരീക്ഷം ആകെ മാറി മറിഞ്ഞു. വല്ലാത്തൊരു അമാനുഷികത ആ നിമിഷത്തിൽ അവിടെ നിറഞ്ഞു നിന്നു. ഞങ്ങൾക്ക് ശരിക്കും പേടി തോന്നി തുടങ്ങിയിരുന്നു. ഒരു വിധത്തിൽ വേഗത്തിൽ തന്നെ ഞങ്ങൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു. എന്നാൽ യഥാർത്ഥ അത്ഭുതവും ഭയവും ഞങ്ങളെ കാത്തിരുന്നത് അന്ന് രാത്രിയിലായിരുന്നു. എല്ലാവരും അന്ന് ഉറക്കത്തിൽ കണ്ടത് ഒരേപോലെയുള്ള സ്വപ്നങ്ങളായിരുന്നു. ആ പഴയ വീടും അവിടെ കണ്ട കാവും അടച്ചിട്ട മുറികളും മനുഷ്യനുമെല്ലാം ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ വന്ന് ഞങ്ങളെ വല്ലാതെ വേട്ടയാടി. ഇന്നും ആ വീടിൻ്റെ രഹസ്യം എന്താണോ, ആ അടച്ചിട്ട മുറികൾക്കുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്നോ ഞങ്ങൾക്കാർക്കും അറിയില്ല. ഉത്തരം കിട്ടാത്ത ആ ചോദ്യങ്ങളും ആ വൈകുന്നേരവും ഒരിക്കലും മറക്കാനാകാത്തൊരു ഭയമായി ഞങ്ങളുടെ മനസ്സിൽ ഇന്നുമുണ്ട്. അനുഭവം NB ബൈജു. പാലക്കാട് ജില്ലയിലെ വളരെ പഴയൊരു കാവിൻ്റെ കഥയാണിത്. കാവെന്ന് കേൾക്കുമ്പോൾ സാധാരണയായി ഒരു സർപ്പക്കാവ് അല്ലെങ്കിൽ ദേവതാക്കാവ് എന്നൊക്കെയാവും നാം കരുതുക. എന്നാൽ ഇത് അതിലും പഴയതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു നമ്പൂതിരി തറവാടിൻ്റെ സ്വന്തം കാവായിരുന്നു ഇത്. ഈ കാവിൻ്റെ പേര് കരിങ്കല്ല് കാവ് എന്നാണ്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും അവിടെ ആരും രാത്രി സമയങ്ങളിൽ നടക്കാറില്ല. കാരണം അവിടെ ഒരു പ്രേതമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇത് സാധാരണമായൊരു പ്രേതമല്ല, അതൊരു മനുഷ്യൻ്റെ ആത്മാവാണ്. പക്ഷേ അതിൻ്റെ മുഖം വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. ഈ കഥ തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ആ കാവ് സ്വന്തമായിരുന്ന നമ്പൂതിരി കുടുംബത്തിലെ ഇളയ മകൻ പേര് രാമൻ നമ്പൂതിരി. അവൻ വലിയ ധനികനും അതിലേറെ ക്രൂരനും സ്ത്രീകളോട് അമിതമായ ആസക്തി ഉള്ളവരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ കാവിനടുത്തുള്ള മാധവി എന്നുള്ള പാവം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. ആ പെൺകുട്ടി ഗർഭിണിയായി. ഈ വിവരം അറിഞ്ഞപ്പോൾ രാമൻ നമ്പൂതിരി ശരിക്കും ഭയന്നു. നാട്ടുകാർ ഈ വിവരം അറിയാതിരിക്കാൻ ഒരു ദിവസം അവനവളെ വളരെ സ്നേഹം നടിച്ച് കാവിനുള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവനവളെ നിഷ്കരണം കെട്ടിത്തൂക്കി കൊന്നു. ആരും അറിയാതെ അവളുടെ ശരീരം ആ കാവിൻ്റെ ചുവട്ടിൽ തന്നെ അവൻ കുഴിച്ചിട്ടു. പക്ഷേ മരിച്ചെങ്കിലും അവളുടെ ആത്മാവ് അവിടെ നിന്നും പോയില്ല. അത് അവനോടുള്ള കടുത്ത പ്രതികാരത്തിനായി ആ കാവിനുള്ളിൽ തന്നെ കാത്തിരുന്നു. മാധവിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം രാമൻ നമ്പൂതിരിക്ക് യാതൊരു കുറ്റബോധവുമില്ലാതെ സുഖമായി ജീവിച്ചു. അയാൾ വിവാഹം കഴിച്ചു.
അയാൾക്ക് മക്കൾ ജനിച്ചു. താൻ ചെയ്ത ക്രൂരത അയാൾ കാലക്രമേണ പൂർണ്ണമായി മറന്നിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അമാവാസി രാത്രിയിൽ അവൻ ആ കാവിനകത്തുകൂടി നടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു ശബ്ദം കേട്ടു. വല്ലാത്ത സങ്കടം നിറഞ്ഞ ഒരു പെൺകുട്ടിയുടെ നേർത്ത കരച്ചിൽ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ ഭയപ്പാടോടെ നോക്കിയപ്പോൾ കരിങ്കല്ലിന് മുകളിൽ സാക്ഷാൽ മാധവി നിൽക്കുന്നു. അവളുടെ മുടി തറയോളം നീണ്ടു കിടക്കുന്നു. വിളറിയ വെളുത്ത തൊലി, കണ്ണുകൾ മുഴുവൻ ചുവന്ന രക്തം നിറഞ്ഞിരിക്കുന്നു. അവളുടെ ഭീകരരൂപം കണ്ട രാമൻ നമ്പൂതിരി ശരിക്കും വിറച്ചുപോയി. അവൾ പല്ലിറുമിക്കൊണ്ട് അവനോട് പറഞ്ഞു, നീ എന്നെ കൊന്നു. ഇന്ന് നിന്റെ രക്തം ഞാൻ കുടിക്കും. ആ വാക്കുകൾ കേട്ട് ഭയന്നു പറച്ച രാമൻ അവിടുന്ന് പ്രാണനും കൊണ്ട് വീട്ടിലേക്ക് ഓടി. ഭയന്നോടി വീട്ടിലെത്തിയ രാമന്റെ ശരീരം അന്നു മുതൽ മാറി തുടങ്ങി. അവൻ്റെ കൈകൾ കറുത്തു, നഖങ്ങൾ നീണ്ടു കൂർത്തു. രാത്രി അവൻ ഉറങ്ങുമ്പോൾ മാധവി അവൻ്റെ ശരീരത്തിൽ കയറുന്നതായി അവൻ സ്വപ്നം കാണാൻ തുടങ്ങി. പകൽ സമയത്ത് അവൻ പുറത്ത് നടക്കുമ്പോൾ അവൻ്റെ നിഴൽ രണ്ടായിരിക്കും. ഒന്ന് അവൻ്റേത്, മറ്റൊന്ന് അവളുടേത്. കൂടുതൽ നീളമുള്ളതും കറുത്തും ആ നിഴലുകൾ അവനെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു. അവസാനം ഒരു രാത്രി അവൻ കരിങ്കല്ല് കാവിലേക്ക് തന്നെ തിരിച്ചെത്തി. നാട്ടുകാർ പറയുന്നത് അവിടെ വെച്ച് അവൻ സ്വയം കഴുത്തറുത്ത് മരിച്ചുവെന്നാണ്. പക്ഷെ പിറ്റേന്ന് ആളുകൾ അവൻ്റെ ശരീരം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അത് മാധവിയുടെ രൂപത്തിലായിരുന്നു. അവൻ്റെ മുഖം മാധവിയുടേതായി മാറിയിരിക്കുന്നു. കണ്ണുകളിൽ രക്തം നിറഞ്ഞ് ചുണ്ടുകളിൽ ഭയപ്പെടുത്തുന്ന ഒരു ചിരി ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവനവിടെ മരിച്ചിട്ടില്ല. അവൻ്റെ ആത്മാവ് മാധവിയുടെ ആത്മാവിനോട് ചേർന്നു. ഇരുവരും ഒരുമിച്ചായി. അങ്ങനെ ആ കാവിൽ പുതിയൊരു പ്രേതം ജനിച്ചു. രണ്ട് ആത്മാക്കളുടെയും സങ്കരം. രാമൻ നമ്പൂതിരി എന്ന പുരുഷന്റെ ക്രൂരതയും മാധവി എന്ന സ്ത്രീയുടെ പ്രതികാരവും കൂടിച്ചേരുന്ന സങ്കല്പിക്കാൻ കഴിയാത്തത്ര വന്യമായൊരു ഭീകര രൂപമായി അത് മാറി. ഇപ്പോഴും കരിങ്കല്ല് കാവിൽ രാത്രി സമയത്ത് ആരെങ്കിലും കടന്നാൽ ഭയപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. ആദ്യം ഒരു പെൺകുട്ടിയുടെ നേർത്ത കരച്ചിലായിരിക്കും കേൾക്കുക. പിന്നെ ഒരു പുരുഷന്റെ ഗർജനം പോലുള്ള വല്ലാത്തൊരു ചിരി ഉയർന്നു കേൾക്കാം. അതിനുശേഷം നിങ്ങളുടെ പിന്നിലായി ഒരു നിഴൽ വരും. നിങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ നിഴൽ രണ്ടാകും. ഒന്ന് നിങ്ങളുടേത്, മറ്റൊന്ന് അവരുടേത്. കറുത്തതും നീണ്ടതുമായ കൂർത്ത നഖങ്ങളുള്ള ഒരു ഭയാനകമായ നിഴൽ. പഴമക്കാർ പറയുന്നത് ആ നിഴൽ നിങ്ങളെ തൊട്ടാൽ പിന്നെ നിങ്ങളുടെ ശരീരം മാറിത്തുടങ്ങുമെന്നാണ്. നിങ്ങളുടെ കണ്ണുകൾ ചുവക്കും, നിങ്ങളുടെ ശബ്ദം മാറും. രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങൾ മറ്റൊരാളെ കൊല്ലുന്നതായി സ്വപ്നം കാണാൻ തുടങ്ങും. പക്ഷേ അത് നിങ്ങളല്ല, നിങ്ങളുടെ ശരീരത്തിൽ കയറിക്കൂടിയ അവരാണ് നിങ്ങളുടെ കൈകൊണ്ട് അത് ചെയ്യുന്നത്. ഒരിക്കൽ അജയ് എന്നു പേരുള്ള യുവാവ് തൻ്റെ ധൈര്യം തെളിയിക്കാൻ ആ കാവിൽ ഒരു രാത്രി മുഴുവൻ ചെലവഴിക്കാൻ തീരുമാനിച്ചു. ധൈര്യത്തോടെ പോയ അവൻ പിറ്റേന്ന് രാവിലെ അവിടെ നിന്നും തിരിച്ചെത്തി. പക്ഷെ ആ കണ്ണുകൾക്ക് രണ്ട് നിറമായിരുന്നു. ഒരു കണ്ണ് സാധാരണ പോലെയും മറ്റൊന്ന് രക്തം പോലെ ചുവന്നതും. വല്ലാത്തൊരു ഭാവത്തിൽ അവൻ നാട്ടുകാരോട് പറഞ്ഞു. അവർ എന്നോട് പറഞ്ഞു, നീ ഇനി ഞങ്ങളുടെ ഭാഗമാണ്. നീയും കരയും, നീയും ചിരിക്കും. ഒരു മനുഷ്യനിൽ രണ്ട് ആത്മാക്കൾ കുടിയേറിയതിൻ്റെ ഭീകരത അജയുടെ മുഖത്തുണ്ടായിരുന്നു. അജയ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ രാത്രി അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭയപ്പെടുന്ന ചില കാര്യങ്ങൾ സംഭവിക്കും. അവൻ്റെ നിഴൽ അവനിൽ നിന്നും വേർപെട്ട് എഴുന്നേറ്റ് നടക്കും. അവൻ്റെ കൈകൾ അവൻ അറിയാതെ സ്വയം ചലിക്കും. അവൻ അകാരണമായി കരയും, പിന്നെ ഉച്ചത്തിൽ ചിരിക്കും. ശേഷം അവൻ രാത്രിയുടെ മറവിൽ മറ്റൊരു ഇരയെ തിരഞ്ഞിറങ്ങും. അതുകൊണ്ട് ആ കരിങ്കല്ല് കാവിനടുത്ത് രാത്രി ഒരിക്കലും നിങ്ങൾ പോകരുത്. കാരണം അവിടെ രണ്ട് ആത്മാക്കൾ മാത്രമല്ല ഇപ്പോൾ ഉള്ളത്. അവർ കൂടുതൽ ആളുകളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യരെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറിക്കൂടാൻ നിങ്ങളുടെ നിഴലിനെയും രണ്ടാക്കാൻ അവർ തക്കം പാർത്ത് ഇരിക്കുകയാണ്. ഇനിയൊന്ന് രാത്രി നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ നിഴലൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അത് ഒന്ന് മാത്രമാണോ അതോ രണ്ടോ? അത് രണ്ടായാലും ഒരിക്കലും അവിടെ നിന്ന് ഭയന്നോടരുത്. കാരണം അവർ ഇതിനോടകം തന്നെ അവരുടെ അടുത്ത ഇരയായി നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു.